ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ഷഷ്ഠസ്കന്ധേ അഥ ചതുർദശോऽധ്യായ. പരീക്ഷിതുവാച രജസ്തമസ്വഭാവസ്യ ബ്രഹ്മൻ വൃത്രസ്യ പാപ്മന നാരായണേ ഭഗവതി കഥമാസീദൃഢാമതി. ദേവാനാം ശുദ്ധസത്വാനാം ഋഷീണാം ചാമലാത്മനാം ഭക്തിർമുകുന്ദചരണേന പ്രായേണോപജായതേ. രജോഭി സമസംഖ്യാതാഃ പാർത്ഥിവൈരിഹ ജന്തവ തേഷാം യേ കേജനേ ഹന്തെ ശ്രേയോ വൈ മനുജാദയ. പ്രായോ മുമുക്ഷവസ്തേഷാം കേജനൈവ ദ്വിജോത്തമ മുമുക്ഷൂണാം സഹസ്രേഷു കശ്ചിന്മുച്ഛേദ സിദ്ധ്യതി. മുക്താനാമപി സിദ്ധാനാം നാരായണപരായണ സുദുർലഭ പ്രശാന്താത്മാ കോടിഷ്വപി മഹാമുനെ. വൃത്രസ്സു സകഥം പാപ സർവലോകോപതാപന യുദ്ധം ദൃഢമതികൃഷ്ണ ആസീൽ സംഗ്രാമ ഉൽബണേ. അത്ര ന സംശയോ ഭൂയാൽ ശ്രോതും കൗതൂഹലം പ്രഭോ യ പൗരുഷേണ സമരേ സഹസ്രാക്ഷമതോഷയൽ. സൂത ഉവാച പരീക്ഷിതോऽഥ സംപ്രശ്നം ഭഗവാൻ ബാദരായണി നിശമ്യ ശ്രദ്ധാനസ്യ പതിനന്ദ്യവചോബ്രവീൽ. ശ്രീശുക ഉവാച ശൃണുഷ്വാവഹിതോ രാജൻ ഇതിഹാസമിമം യഥാ ശ്രുതം ദ്വൈപായനമുഖാന്നാരദാദ്ദേവലാദപി. ആസീദ്രാജാ സാർവഭൗമ ശൂരസേനേഷു വൈ നൃപ ചിത്രകേതുരിതി ഖ്യാതോ യസ്യാസീൽ കാമധുങ്മഹി. തസ്യ ഭാര്യാ സഹസ്രാണാം സഹസ്രാണി ദശാഭവൻ സാദാനികശ്ചാപി നൃപോ ന ലേഭേ താസു സന്തതിം. രൂപൗദാര്യവയോ ജന്മവിദ്യൈശ്വര്യശ്രിയാദിഭിः സമ്പന്നസ്യ ഗുണൈഃ സർവൈശ്ചിന്താവന്ധ്യാപതേരഭൂൽ. ന തസ്യ സമ്പദഃ സർവാ മഹിഷ്യോ വാമലോചനാഃ സാർവഭൗമസ്യ ഭൂശ്ചേമഭവൻ പ്രീതിഹേതവ. തസ്യൈകദാതു ഭവനമംഗിരാ ഭഗവാൻ ഋഷി ലോകാൻ അനുചരന്നേതാൻ ഉപാഗച്ഛൽ യദൃച്ഛയാ. തം പൂജയിത്വാ വിധിവൽ പ്രത്യുത്ഥാനാർഹണാദിഭിः കൃതാതിഥ്യമുപാസീത സുഖാസീനം സമാഹിത. മഹർഷിസ്തമുപാസീനം പ്രശ്രയാവനദം ക്ഷിതൗ പ്രതിപൂജ്യ മഹാരാജ സമാഭാഷ്യേതമബ്രവീൽ. അംഗിരാ ഉവാച അപിതേനാമയം സ്വസ്തി പ്രകൃതീനാം തഥാത്മന യഥാ പ്രകൃതിഭിർഗുപ്ത പുമാൻ രാജാപി സപ്തഭി. ആത്മാനം പ്രകൃതിശ്രദ്ധാനിധായ ശ്രേയ ആപ്നുയാൽ രാജ്ഞാ തഥാ പ്രകൃതയോ നരദേവാഹിതാധയ. അപി ദാരാഃ പ്രജാമാത്യാഭൃത്യാ ശ്രേണ്യോധമന്ത്രിണ പൗരാജാനപദാ ഭൂപ ആത്മജാവശവർത്തിന. യസ്യാത്മാനുവശശ്ചേസ്യാ സർവേ തദ്വശകാ ഇമേ ലോകാഃ സപാലായച്ഛന്തി സർവേ ബലിമതന്ത്രിതാഃ. ആത്മന പ്രീയതേനാത്മാ പരത സ്വത ഏവ വ ലക്ഷയേ ലബ്ധകാമം ത്വാം ചിന്തയാ ശബളം മുഖം. ഏവം വികൽപ്പിതോ രാജൻ വിദുഷാ മുനിനാപി സ പ്രശ്രയാവനദോഭ്യാഃ പ്രജാകാമസ്തതോ മുനിം. ചിത്രകേതുരുവാച ഭഗവൻ കിം ന വിദിതം തപോജ്ഞാനസമാധിഭിः യോഗിനാം ധ്വസ്തപാപാനാം ബഹിരന്തഃശരീരിഷു. തഥാപി പൃച്ഛതോ ബ്രൂയാം ബ്രഹ്മന്നാത്മനി ചിന്തിതം ഭവതോ വിദുഷശ്ചാപി ചോദിതസ്ത്വതനുജ്ഞയാ. ലോകപാലൈരപി പ്രാർത്ഥ്യ സാമ്രാജ്യൈശ്വര്യസമ്പദ നനന്ദയന്ത്യപ്രജം മാം ക്ഷുത്രികാമമിവാപരേ. തദപാഹി മഹാഭാഗ പൂർവൈഃ സഹ ഗതം തമ യഥാതരേ മധുസ്താരം പ്രജയാ തദ്വിധേഹിന. ശ്രീശുക ഉവാച ഇത്യർത്ഥിതസ്ത ഭഗവാൻ കൃപാലുർബ്രഹ്മണഃ സുത സ്വപയിത്വാചരും ത്വാഷ്ട്രം തുഷ്ടാരമയജത് വിഭു. ജ്യേഷ്ഠാശ്രേഷ്ഠാ ജയാ രാജ്ഞോ മഹിഷീണാം ച ഭാരത
നാംനാ കൃതദ്യുദിത്തസ്യൈ യജ്ഞോച്ഛിഷ്ടമതാദ്വിജ അഥാഹ നൃപതിം രാജൻ ഭവിതൈകസ്തവാത്മജ ഹർഷശോകപ്രദസ്തുഭ്യമിതി ബ്രഹ്മസുതോ ഏവ സാപിതൽ പ്രാശനാദേവ ചിത്രകേതോരധാരയൽ ഗർഭം കൃതദ്യുതിർദേവി കൃത്തികാഗ്നേരിവാത്മജം തസ്യ അനുദിനം ഗർഭ ശുക്ലപക്ഷ ഇവോടുവ വവൃധേ ശൂരസേനേശ തേജസാ ശനകൈ നൃപ അധ കാല ഉപാവൃത്തേ കുമാര സമജായത ജനയൻ ശൂരസേനാനാം ശൃണ്വതാം പരമാം മുദം ഹൃഷ്ടോ രാജാ കുമാരസ്യ സ്നാതശുചിരലങ്കൃത വാചയിത്വാശിഷോ വിപ്രൈഃ കാരയാമാസ ജാതകം തേഭ്യോ ഹിരണ്യം വ്രജതം വാസാംസ്യാഭരണാനി ച ഗ്രാമാൻ ഹയാൻ ഗജാൻ പ്രാതാത് ധേനൂനാമർബുദാനി ഷഡ് വവർഷകാമമന്യേഷാം പർജന്യ ഇവ ദേഹിനാം ധന്യം യശസ്യമായുഷ്യം കുമാരസ്യ മഹാമനാഃ കൃച്ഛ്രലബ്ധേധ രാജർഷേസ്തനയോനുദിനം പിതു യഥാ നിശ്വസ്യ കൃച്ഛ്രാപ്തേ ധനേ സ്നേഹോന്വവർദ്ധത മാതുസ്ത്വരിതരാം പുത്രേ സ്നേഹോ മോഹസമുദ്ഭവ കൃതദ്യുതേ സപത്നീനാം പ്രജാകാമജ്വരോ ഭവൽ ചിത്രകേതോരതിപ്രീതിര്യഥാ ദാരേ പ്രജാപതി ന തഥാന്യേഷു സഞ്ജജ്ഞേ ബാലം ലാളയതൊന്വഹം താപര്യതപ്യെന്നാത്മാനം ഗർഹയന്ത്യോഭ്യസൂയയാ ആനപത്യേന ദുഃഖേന രാജ്ഞോനാദരണേന ച ധികപ്രജാം ശ്രിയം പാപാം പത്യുശ്ചാഗൃഹസമ്മതാം സുപ്രജാഭി സപത്നീഭി ദാസീമിവ തിരസ്കൃതാം ദാസീനാം കോനു സന്താപ സ്വാമിന പരിചര്യയാ അഭീക്ഷ്ണം ലബ്ധമാനാനാം ദാസ്യാ ദാസീവ ദുർഭഗ ഏവം സന്ദഹ്യമാനാനാം സപത്നിയാ പുത്രസമ്പദ രാജ്ഞോ അസമ്മതവൃത്തീനാം വിദ്വേഷോ ബലവാനഭൂൽ വിദ്വേഷനഷ്ടമതയ ശ്രിയോ ദാരുണചേതസ ഗരം ദതുകുമാരായ ദുർമർഷാ നൃപതിം പ്രതി കൃതദ്യുതിരജാനന്ദീ സപത്നീനാമഖം മഹൽ സുപ്ത ഏവേതി സഞ്ചിന്യ നിരീക്ഷ്യ വ്യജരൽ ഗൃഹേ ശയാനം സുചിരം ബാലമുപധാര്യ മനീഷിണി പുത്രമാനയമേ ഭദ്രേ ഇതി ധാത്രീമചോദയൽ സാ ശയാനൗപൗ വ്രജ്യ ദൃഷ്ട്വാ ചോദ്വാരലോചനം പ്രാണേന്ദ്രിയാത്മഭിശ്ചക്രം ഹതാസ്മീത്യപതദ്ഭുവി തസ്യാസ്തദാകർണ്യഭൃശാതുരം സ്വരം ഘ്നന്ദ്യാ കരാഭ്യാമുര ഉച്ചകൈരപി പ്രവിശ്യ രാജ്ഞീതരയാത്മജാന്തികം ദദൃശബാലം സഹസാമൃതം സുതം പപാതഭൂമോ പരിവൃദ്ധയാ ശുച ശിരോരുഹാംബര തതോ നൃപാന്തപുരവർത്തിനോ ജന നരാശ്ച നാര്യശ്ച നിശമ്യരോദനം ആഗത്യ തുല്യവ്യസനാസു ദുഃഖിതാസ്താശവ്യളീകം ദുരുദു കൃതാഗസ ക്ഷുത്വാമൃതം പുത്രമലക്ഷിതാന്തകം വിനഷ്ടദൃഷ്ടി പ്രപതൻ ഖലൻ പഥി സ്നേഹാനുബന്ധൈധിതയാ ശുചാഭൃശം വിമൂർച്ഛിതോ അനുപ്രകൃതിർദ്വിജൈർവൃത പപാതബാലസ്യ സപാദമൂലേ മൃതസ്യ വിശ്വസ്തശിരോരുഹാംബര ദീർഘം ശ്വസൻ ബാഷ്പകലോപരോധതോ നിരുദ്ധകണ്ഠോ ന ശശാകഭാഷിതും പതിം നിരീക്ഷ്യോരു ശുചാർപ്പിതം തഥാ മൃതം ച ബാലം സുതമേകസന്തതിം ജനസ്യ രാജ്ഞീ പ്രകൃതേശ്ച ഹൃദ്രുജം സദീദധാനാവിലലാപചിത്രധ സ്തനദ്വയം കുങ്കുമഗന്ധമണ്ഡിതം നിഷിഞ്ചതീ സാഞ്ജനബാഷ്പബിന്ദുഭി വികീര്യകേശാൻ വികളശ്രജസുതം ശുശോച ചിത്രം ഗുരരീവ സുസ്വരം അഹോ വിധാതസ്ത്വമതീവ ബാലിശോ യസ്ത്വാത്മസൃഷ്ട്യപ്രതിരൂപമീഹസേ പരേനു ജീവത്യപരസ്യയാമൃതിർവിപര്യശ്ചേത്വമസി ധ്രുവപ്പര നഹി ക്രമശേദിഹ മൃത്യുജന്മനോ ശരീരിണാമസ്തു തദാത്മകർമ്മഭി യസ്നേഹഭാഷോ നിജസർഗവൃദ്ധയേ സ്വയം കൃതസ്തേ തമിമം വിവൃച്ഛസി ത്വം താദനാർഹസി ച മാം
കൃപണാമനാഥാം തെക്തും വിചക്ഷ്വപിതരം തവ ശോകതപ്തം അഞ്ചസ്തരേമ ഭവതാ പ്രദദുസ്തരം യത് ധ്വാന്തം നയാഹ്യകരുണേന യമേന ദൂരം ഉത്തിഷ്ഠ താതതൈമേ നിശിശവോ വയസ്യാസ്ത്വാമാഹ്വയന്തി നൃപനന്ദന സംവിഹർത്തും സുപ്തശിരം ഹ്യശനയാജ ഭവാൻ പരീതോ ഭുങ്ഷ്വസ്വനം പിബശുജോ ഹരനസ്വകാനം നാഹം തനൂജദൃശേ ഹതമംഗളാതേ മുക്തസ്മിതം മുദിതവീക്ഷണമാനനാബ്ജം കിം വാ ഗതോസ്യ പുനരന്വയമന്യലോകം നീതോ ഘൃണേന ന ശൃണോമി കലാഗിരസ്തേ ശ്രീശുക ഉവാച വിലപന്തിയാമൃതം പുത്രമിതി ചിത്രവിലാപനൈഃ ചിത്രകേതുർഭൃശം തപ്തോ മുക്തകണ്ഠോരുരോധഃ തയോർവിലപതോ സർവേ ദമ്പത്യോ ച തനൂമൃതാഃ രുരുതുസ്മനരാ നാര്യ സർവമാസീതചേതനം ഏവം കശ്മലമാപന്നം നഷ്ടസ്വപ്നമനായകം ജ്ഞാത്വാംഗിരാ നാമ മുനിരാജഗാമ സ നാരദ. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഷഷ്ഠസ്കന്ധേ ചിത്രകേതുവിലാപോ നാമ ചതുർദശോധ്യായ. ശ്രീഹരയേ നമഃ. നമസ്കാരം. ശ്രീമദ്ഭാഗവതം 6-ാം സ്കന്ധം 14-ാം അധ്യായം. ചിത്രകേതു ഉപാഖ്യാനം വർണ്ണിക്കുകയാണ്. പരീക്ഷത്തിന്റെ ചോദ്യത്തോടു കൂടിയിട്ട് ആരംഭിച്ചു. രജസ്തമ സ്വഭാവസ്യ ബ്രഹ്മൻ വൃത്രസ്യ പാപ്മന നാരായണേ ഭഗവതി കഥമാസീ ദൃഢാമതി. രാജാവേ, അല്ല, അവിടെ പരീക്ഷിത്താണ് ചോദ്യം. മഹർഷേ, ബ്രഹ്മർഷേ, രാജസ താമസ ഗുണങ്ങൾ സ്വാഭാവികമായിട്ട് ഉള്ളവരാണ് അസുരന്മാർ. അങ്ങനെയുള്ള വൃത്രാസുരന് ആ ശ്രീനാരായണനിൽ ഉറച്ച ഭക്തി എങ്ങനെയുണ്ടായി? സത്വഗുണപ്രധാനന്മാർ, അന്ധക്കരണം ശുദ്ധമായിട്ടുള്ളവർ, ദേവന്മാർ, മഹർഷിമാർ, അവർക്ക് പോലും ഭക്തി ഉറയ്ക്കുക എന്നത് പ്രയാസമാണ്. രജോഭി സമസംഖ്യാത പാർത്ഥിവൈരിഹജന്തവ. ലോകത്തിൽ ജീവരാശികൾ ഭൂമിയിലെ മൺതരികളേക്കാൾ അല്ലെങ്കിൽ അത്രയും തുല്യമായ സംഖ്യ ഉണ്ട്, അഥവാ അസംഖ്യമുണ്ട്. തേഷാമേ കേജനേഹന്തേ ശ്രേയോ വൈ മനുജാതയ. അവരുടെ ഇടയിൽ വളരെ കുറച്ച് പേർ, ഏതാനും പേർ അല്ലെങ്കിൽ ചുരുക്കം മനുഷ്യർ മാത്രമാണ് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ധർമ്മനിഷ്ഠ ഉള്ളവരുടെ ഇടയിൽ പോലും വളരെ കുറച്ചു പേർ മാത്രമാണ് മോക്ഷാർത്ഥികൾ. മുമുക്ഷൂണാം സഹസ്രേഷു കശ്ചിൻ മുച്ഛേദ സിദ്ധ്യതി. മുമുക്ഷുക്കളായിട്ടുള്ളവർ, മോക്ഷാർത്ഥികളുടെ ഇടയിൽ 1000-ൽ 1-2 പേർ മാത്രമാണ് ഏഷണാത്രയത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നത്. മുക്താനാമപി സിദ്ധാനാം നാരായണപരായണ സുദുർലഭ പ്രശാന്താത്മ കോടിശ്രവി മഹാമുനെ. ഏഷണാത്രയത്തിൽ നിന്നും മോചനം നേടിയ സിദ്ധന്മാർ, അവരുടെ ഇടയിൽ അനേകം കോടിക്കണക്കിനു പേർക്ക് ഇടയിൽ നിന്നും 1-2 പേരാണ് ആ ശ്രീനാരായണിൽ ആസക്തനായി പരമഭക്തന്മാരായിട്ട് കാണപ്പെടുക. എന്നാൽ ലോകത്തിന് മുഴുവനും ക്ലേശം നൽകിയ ആ വൃത്രാസുരൻ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് തന്നെയാണ് ആ ഭഗവാനിൽ ഉറച്ച ബുദ്ധിയോടുകൂടിയിട്ട് കാണപ്പെട്ടത്. അതെങ്ങനെയാണ്? ഇങ്ങനെ പരീക്ഷത്തിന്റെ ഈ ചോദ്യം കേട്ട് പരീക്ഷിതോധ സംപ്രശ്നം ഭഗവാൻ ബാദരായണി ആ ചോദ്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു.
ശ്രീ ശുകബ്രഹ്മർഷിയുടെ മറുപടി ആരംഭിച്ചു. 9-ാം ശ്ലോകം മുതൽ. ശൃണുഷ്വാവഹിതോ രാജൻ ഇതിഹാസമിവും യഥാ. പൂർവചരിത്രത്തെ കേട്ടാലും വേദവ്യാസ മുഖത്തു നിന്നും ശ്രീനാരദനിൽ നിന്നും ദേവല മഹർഷിയിൽ നിന്നുമൊക്കെ കേട്ടിട്ടുള്ളതാണ് ഈ ചരിത്രം. ശൂരസേന രാജ്യത്തെ ചക്രവർത്തിയായിരുന്നു ചിത്രകേതു. അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യ സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടായിരുന്നു. അനേകം പത്നിമാരുണ്ടായിരുന്നു. എന്നാൽ അതിൽ ആർക്കും തന്നെ പുത്രന്മാരുണ്ടായിട്ടില്ല. സൗന്ദര്യം, ദാനശീലം, യൗവനം, വംശമഹിമ, വിദ്യ, പ്രഭുത്വം, സമ്പത്ത്, എല്ലാ ഗുണങ്ങളും കൊണ്ട് മികച്ചു നിൽക്കുന്ന, എന്നാൽ വന്ധ്യാപതിയാണ് താനും, പ്രസവിക്കാത്ത സ്ത്രീകളുടെ ഭർതൃത്വം. ആ രാജാവിന് ക്രമേണ ഈയൊരു മനോവിചാരം ബാധിക്കുകയാണ്. എല്ലാ സമ്പത്തുക്കളും ഉണ്ടായിട്ടും സുന്ദരികളായിട്ടുള്ള പത്നിമാരുണ്ട്, മറ്റെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും തന്നെ തൃപ്തി നൽകുന്നില്ല. ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അങ്കിരസ് എന്ന മഹർഷി എത്തിച്ചേർന്നു. അദ്ദേഹത്തിനെ പൂജിച്ചു, ഉപചാരങ്ങളെല്ലാം ചെയ്തു. തന്റെ മുന്നിൽ വളരെയധികം വിനയത്തോടുകൂടി നിൽക്കുന്ന രാജാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അങ്കിരസ് പറയുകയാണ്. അങ്കിര ഉവാച അപിതയ നാമയം സ്വസ്തി പ്രകൃതീനാം തഥാത്മന. അങ്ങയ്ക്കും അങ്ങയുടെ പ്രജകൾക്കും രാജ്യത്തിനുമൊക്കെ ക്ഷേമം തന്നെയല്ലേ? ഞാനും നന്മ നേരുന്നു. ജീവാത്മാവിനെ പോലെ തന്നെ രാജാവും 7 തരത്തിലുള്ള പ്രകൃതികളാൽ സുരക്ഷിതനാണ്. ജീവൻ, മഹത്തത്വം, അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ, ഇങ്ങനെ 7 പ്രകൃതി തത്വങ്ങളാൽ ഗോപനം ചെയ്യപ്പെട്ടിരിക്കുന്നത് പോലെ അതിനെ വേർതിരിഞ്ഞ് ക്ഷണനേരം പോലും നിൽക്കാൻ അസമർത്ഥനായിരിക്കുന്നത് പോലെ അങ്ങനെയാണ് രാജാവ്, പുരോഹിതൻ, മന്ത്രിമാർ, സുഹൃത്തുക്കൾ, ധനനിക്ഷേപം, ജനങ്ങൾ, കോട്ടകൾ, സൈന്യങ്ങൾ, ഇങ്ങനെ 7 രാജ്യാംഗങ്ങളാകുന്ന പ്രകൃതികളാൽ ഗോപനം ചെയ്യപ്പെട്ടവനാണ്. ഇവയുടെ ചേർച്ച ഇല്ലെങ്കിൽ രാജാവിന് നിലനിൽപ്പില്ല. ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ അങ്കിരസ് മഹർഷി രാജാവിന് ക്ഷേമം ആശിക്കുന്നത്. അങ്ങയുടെ പത്നിമാർ, പ്രജകൾ, സേവകന്മാർ, നഗരവാസികൾ, നാടുവാഴികൾ, അവർക്കൊക്കെ തന്നെ ക്ഷേമമല്ലേ? അങ്ങയുടെ പുത്രന്മാർ അങ്ങയുടെ സ്വാധീനത്തിൽ വർത്തിക്കുന്നവരല്ലേ? ഇങ്ങനെ ഉള്ള അദ്ദേഹത്തിന്റെ ചോദ്യം, ആ ചോദ്യം കേട്ട് മറുപടി പറയാൻ ആരംഭിക്കുകയാണ് ചിത്രകേതു. ചിത്രകേതുരുവാച ഭഗവൻ കിം ന വിദിതം തവോ ജ്ഞാനസമാധിഭി. സർവജ്ഞനായിട്ടുള്ള അങ്ങയെപ്പോലെയുള്ളവർക്ക് മനുഷ്യരുടെ ചിന്തകളും മനുഷ്യരുടെ എല്ലാ അവസ്ഥകളും അറിയുന്നതാണല്ലോ. എന്നിരുന്നാലും ബ്രഹ്മജ്ഞനായിട്ടുള്ള അങ്ങയുടെ ചോദ്യം, അതിന് മറുപടി ഞാൻ പറയട്ടെ. ഇന്ദ്രാദി ലോകപാലന്മാര് അവര് പോലും ആഗ്രഹിക്കപ്പെടുന്ന രീതിയിലുള്ള സാമ്രാജ്യം, പ്രഭാവം, സമ്പത്ത്, പക്ഷേ ഇതൊന്നും എന്നെ സന്തോഷിപ്പിക്കുന്നില്ല. കാരണം എനിക്ക് സന്തതികളില്ല എന്നതാണ്.
ഇപ്പൊ വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരുവന്റെ മുന്നിൽ, ആഹാരം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവന്റെ മുന്നിൽ മറ്റ് സുഖഭോഗങ്ങൾ, ഇതര സുഖഭോഗങ്ങളെ കൊണ്ടുവയ്ക്കുന്നത് പോലെ അതൊട്ടും അവനെ സന്തോഷിപ്പിക്കുന്നില്ല. ലോകപാലൈരവിപ്രാധ്യ സാമ്രാജ്യ ഐശ്വര്യസമ്പദ നന്ദയന്ത്യപ്രജം മാം ക്ഷുത്രിട് കാമം വിവാപരേ. അതുകൊണ്ട് മഹർഷേ, എന്നെ രക്ഷിക്കണം. പും നാമമായിട്ടുള്ള നരകത്തെ, അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് സന്താന ലാഭത്തിലൂടെ എങ്ങനെയാണെങ്കിലാണോ അതിനെ തരണം ചെയ്യാൻ പറ്റുക, അതിനു വേണ്ടിയിട്ട് അനുഗ്രഹിച്ചാലും. ശ്രീശുക ഉവാച ഇത്യർത്ഥിതസ്സ ഭഗവാൻ കൃപാലുർബ്രഹ്മണ സുത. രാജാവിന്റെ പ്രാർത്ഥന കേട്ട് ആ അങ്കിരസ് ആദിത്യ ദേവതാത്മകമായിട്ടുള്ള ഹവിസിനെ പാകം ചെയ്ത് ആ ത്വഷ്ടാവിനെ ആരാധിച്ചു എന്നും ആ യജ്ഞശേഷത്തിനെ രാജാവിന്റെ പത്നിമാരിൽ പ്രഥമ പത്നിയായിട്ടുള്ള കൃതദ്യുതി എന്ന മഹാറാണിക്ക് നൽകി. എന്നിട്ട് രാജാവിനോടായിട്ട് പറഞ്ഞു അങ്കിരസ്, അങ്ങേക്കൊരു പുത്രനുണ്ടാവും, ഹർഷശോകപ്രദസ്തുഭ്യമിതി ബ്രഹ്മസുതോ ഏയോ. സന്താപവും സന്തോഷവും നൽകുന്ന ഒരു പുത്രനുണ്ടാവും എന്ന് പറഞ്ഞ് അദ്ദേഹം യാത്രയായി. ക്രമേണ ആ കൃതദ്യുതി ആ യജ്ഞശിഷ്ടം സ്വീകരിച്ച് ക്രമേണ ചിത്രകേതുവിൽ നിന്ന് ഗർഭം ധരിച്ചു. യഥാസമയത്ത് ആ ഗർഭ ലക്ഷണങ്ങളെല്ലാം പൂർത്തിയായി, അതിന്റെ വളർച്ച പൂർത്തിയായി, പ്രസവകാലം അടുത്തു. അങ്ങനെ സൂരസേനത്തെ ജനങ്ങൾക്കെല്ലാം സന്തോഷം നൽകിക്കൊണ്ട് രാജാവിന് പത്നിയായിട്ട് കൃതദ്യുതിയില് ഒരു കുട്ടി ജനിച്ചു. വേഗം തന്നെ രാജാവ് സ്നാനമൊക്കെ ചെയ്ത് ശുദ്ധനായി വന്ന് ആ ഋത്തുക്കളെയൊക്കെ വിളിച്ചു വരുത്തി തന്റെ പുത്രന് വേണ്ടിയിട്ട്, ആ പുത്രന് എല്ലാ തരത്തിലുള്ള ഐശ്വര്യാഭിവൃദ്ധികളും ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടുകൂടി ആശീർവാദ മന്ത്രങ്ങളെയൊക്കെ ചൊല്ലിച്ചു, ജാതകർമ്മമൊക്കെ ചെയ്യിപ്പിച്ചു. പിന്നീട് ഋതുക്കുകൾക്കായിട്ട് ധാരാളം ദാനം ചെയ്തു. ഗ്രാമാൻ ഹയാൻ ഗജാൻ വാസാംസ്യ ആഭരണാനിച്ച, ആഭരണങ്ങളും ആനകളെയും കുതിരകളെയും പശുക്കളെയും ഒക്കെ ദാനം ചെയ്തു എന്നാണ്. രാജാവ് മറ്റ് ജനങ്ങൾക്കും അതേപോലെ ധാരാളം ദാനം ചെയ്തു. തന്റെ പുത്രന് ദീർഘായുസ്സുണ്ടാവണം, ഐശ്വര്യമുണ്ടാവണം എന്ന ഉദ്ദേശത്തോടുകൂടി. ക്രമേണ രാജാവിന് തന്റെ പുത്രനിൽ വാത്സല്യം അങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അതിനെ തുടർന്നുണ്ടാവുന്ന ആ സംഭവങ്ങളാണ് ഇനി പറയുന്നത്. മാതുസ്ത്വതിതരാം പുത്രേ സ്നേഹോ മോഹസമുദ്ഭവ കൃതദ്യുതേ സപത്നീനാം പ്രജാകാമജ്വരോ അഭവൽ. മറ്റു പത്നിമാർ, കൃതദ്യുതിയെ കൂടാതെ വേറെയും പത്നിമാരുണ്ട് രാജാവിന് എന്ന് പറഞ്ഞു. അവർക്ക് ഈ ഒരു കുട്ടിയുടെ ജനനം, മൂത്ത മഹാറാണിയായിട്ട് കൃതദ്യുതിക്കൊരു മകനുണ്ടായി എന്ന ആ ഒരു സംഗതി ക്രമേണ സപത്നിമാരിൽ സന്താപം ജനിപ്പിച്ചു. അവർക്ക് പ്രജാകാമജ്വരം, സന്താന ഇച്ഛ കൊണ്ടുള്ള സന്താപം ഉണ്ടായി. എപ്പോഴും കുട്ടിയെ ലാളിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രകേതുവിന് മറ്റു പത്നിമാരിലൊന്നും തന്നെ ശ്രദ്ധയുണ്ടായിരുന്നില്ല, ഇപ്പോ താല്പര്യമുണ്ടായിരുന്നില്ല. അത് അവരെ കൂടുതൽ ദുഃഖിപ്പിച്ചു. അവർക്കുണ്ടായ അസൂയ,
ഞങ്ങൾക്ക് പുത്രൻ ഇല്ല എന്നുള്ളത് കൊണ്ടുള്ള സങ്കടം, രാജാവ് ഞങ്ങളെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല, അപ്പൊ രാജാവിൽ നിന്നുണ്ടായ അനാദരവ്, ഇതുകൊണ്ടൊക്കെ അവരെ തന്നെ പഴിച്ചുകൊണ്ട് അവര് വ്യാകുലപ്പെടുകയാണ്. ഇല്ലാത്തവൾ, പാപമനുഭവിക്കുന്നവൾ, ഭർത്താവിനെ പോലും മതിപ്പില്ലാത്തവൾ, സപത്നിമാരാൽ തിരസ്കരിക്കപ്പെട്ടതായിട്ടുള്ള ഒരു സ്ത്രീയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞങ്ങൾ ഭാഗ്യമില്ലാത്തവരാണ്. ഇങ്ങനെയൊക്കെ വളരെയധികം അസൂയപ്പെട്ടും സങ്കടപ്പെട്ടും അവരിൽ വളരുന്നതായിട്ടുള്ള വിദ്വേഷം അവരുടെ വിവേകത്തെ നഷ്ടപ്പെടുത്തിയതാണ്. നഷ്ടമതയോ സ്ത്രീയോ ദാരുണചേതസ. വിദ്വേഷം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടു പോയ അവർ ക്രൂരമനസ്ഥിതിക്കാരായി തീർന്നു. ആ കുട്ടിക്ക് വിഷം കൊടുത്തു എന്നാണ്. ആരും അറിയാതെ രാജ്ഞിയുടെ അന്തഃപുരത്തിലെ ഒരു ദാസിയെ സ്വാധീനിച്ച് ഒരിക്കൽ രാത്രി സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയുടെ വായിൽ വിഷം ഒഴിച്ചു കൊടുത്തു. ഈ സപത്നിമാർ ചെയ്ത ഈ പാപകൃത്യത്തെക്കുറിച്ച് കൃതജ്ഞുതി ഒന്നും അറിയുന്നില്ല. കുട്ടി ഉറങ്ങുകയാണ് എന്ന് കരുതി. എന്നാൽ പിന്നീട് ഏറെ നേരമായിട്ട് ഉണരാതെ വന്നപ്പോഴാണ് ആ കുട്ടിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് കുട്ടിക്ക് ശ്വാസഗതിയില്ല, കണ്ണുകൾ അനങ്ങുന്നില്ല, ശരീരം തണുത്തു വിറങ്ങലിച്ചിരിക്കുന്നു. കുട്ടി മരിച്ചു എന്ന് ബോധ്യമായതോടുകൂടി വിലപിക്കാൻ ആരംഭിച്ചു. പപാത ഭൂമൗ പരിവൃദ്ധയാശുച മുമോഹ വിഭ്രഷ്ടശിരോരുഹാംബര. തലമുടിയൊക്കെ അഴിച്ചിട്ടുകൊണ്ട് വളരെയധികം സങ്കടത്തോടുകൂടി നിലത്ത് വീണ് കരയാൻ തുടങ്ങി. അത് കേട്ട് അന്തഃപുരവാസികളെല്ലാം വളരെയധികം സങ്കടപ്പെട്ടു. തങ്ങളെ സംശയിക്കരുത് എന്ന് കരുതിയിട്ട് ഈ വിഷം നൽകിയ സപത്നിമാരും സ്ഥാചം വെളീകം രുരുതു കൃതാകസ, അവരും സങ്കടമില്ലെങ്കിലും സങ്കടം അഭിനയിച്ചുകൊണ്ട് അവരും വിലപിച്ചു. കുട്ടി മരിച്ചു എന്ന് അറിയുന്ന രാജാവ് തളർന്നുപോയി, മോഹാലസ്യപ്പെട്ടു വീഴുന്നു. ഇടയ്ക്ക് കണ്ണു തുറക്കും, വീണ്ടും മോഹാലസ്യപ്പെടും. അപ്പൊ തന്റെ ഭർത്താവ് തളർന്നു വീഴുന്നത് കണ്ടും തന്റെ കുട്ടി മരിച്ചു എന്ന ആ ഒരു സങ്കടം കൊണ്ടും ആ കൃതദ്യുതി വളരെയധികം വേദനയോടുകൂടി വിലപിക്കാൻ ആരംഭിച്ചു. അഹോ വിധാതസ്ത്വമതീവ ബാലിശോ യസ്തു ആത്മസൃഷ്ട്യപ്രതിരൂപമീഹസേ. അല്ലയോ വിധാതാവേ, സൃഷ്ടികർത്താവേ, അങ്ങ് ദയയില്ലാത്തവനാണ്, അങ്ങ് ഭോഷനാണ്, സ്വന്തം സൃഷ്ടിക്ക് പ്രതികൂലമായിട്ട് പ്രവർത്തിക്കുന്നുവല്ലോ. ആദ്യം ജനിച്ചവരവൻ ജീവിച്ചിരിക്കുമ്പോൾ അതിനുശേഷം ജനിച്ചവൻ മരിക്കുന്നത് കഷ്ടമാണ്. ഇങ്ങനെ വൈപരീത്യമുള്ളവനാണെങ്കിൽ അങ്ങ് ശത്രുവാണ്. ലോകത്തിൽ മരണത്തിനും ജനനത്തിനും ഒരു ക്രമമില്ല, നിശ്ചിതമായൊരു നിയമമോ ക്രമമോ ഒന്നുമില്ല. ദേഹികൾക്ക് അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഉണ്ടാവുന്നു എന്നാണെങ്കിൽ ആയിക്കൊള്ളട്ടെ. പക്ഷേ അങ്ങയുടെ തന്നെ സ്വന്തം സൃഷ്ടിയുടെ വളർച്ചയ്ക്കു വേണ്ടി ഈ വാത്സല്യം, സന്താന വാത്സല്യം, അങ്ങനെയുള്ള പാശം, അതിനെക്കൊണ്ട് പരസ്പരം സ്നേഹപാശം കൊണ്ട് ബന്ധിക്കുന്നുവല്ലോ.
അതിനെ മുറിച്ചു കളഞ്ഞാൽ, ആ സ്നേഹപാശത്തെ മുറിച്ചു കളയുകയാണ് എങ്കിൽ ഇനിയും തുടർന്ന് ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് തന്റെ മക്കളോടുള്ള മമത ഇല്ലാതായേക്കും. അങ്ങനെ ബ്രഹ്മാവിനെ പഴി പറഞ്ഞുകൊണ്ടാണ് കൃതദ്യുതി വിലപിക്കുന്നത്. തുടർന്ന് മകനെ വിളിച്ച് കരയുന്നു. ത്വം താതനർഹസി ച മാം കൃപണാമനാഥാം തെക്തും വിചക്ഷുപിതരം തവ ശോകതപ്തം. കുഞ്ഞെ, നീയ് ദീനയായിട്ടുള്ള അനാഥയായിട്ടുള്ള എന്നെ കൈവിട്ടു പോകരുത്. സങ്കടപ്പെടുന്ന അച്ഛനെ നോക്കൂ. ഉത്തിഷ്ഠതാത, കുട്ട എഴുന്നേൽക്കൂ ഉണ്ണി. കൂട്ടുകാരൊക്കെ കളിക്കാൻ വിളിക്കുന്നു. എത്ര നേരമായി ഉറങ്ങണു? നന്നായി വിശക്കുന്നുണ്ടാവില്ലേ? ഭക്ഷണം കഴിക്കൂ, മുലപ്പാല് കുടിക്കൂ. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആ രാജ്ഞിയുടെ വിലാപം. വിലപന്ത്യാമൃതം പുത്രം ഇത് ചിത്രവിലാപനൈ ചിത്രകേതുർ ഭൃശം തപ്തോ മുക്തകണ്ഠോരുരോധ. തന്റെ പത്നിയുടെ ഇങ്ങനെയുള്ള ഈ രോദനം കേട്ട് വീണ്ടും അധികം ദുഃഖാർത്തനായി തീരുന്ന രാജാവ് ഉറക്കെ കരഞ്ഞുപോയി. രാജാവിന്റെയും രാജ്ഞിയുടെയും ആ വിലാപം അത് കേട്ടിട്ട് മറ്റുള്ളവർക്കും വല്ലാതെ സങ്കടം വന്നു. ആ സമയത്താണ് രാജാവിന്റെ ഈ അവസ്ഥയെല്ലാം മനസ്സിലാക്കി ശ്രീനാരദ മഹർഷി അങ്കിരസ് മഹർഷിയോടുകൂടിയിട്ട് ആ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധം 14-ാം അധ്യായത്തെ സമർപ്പിക്കുന്നത്. ശ്രീഹരയേ നമഃ.